കോഴിക്കോട് വിജിൽ കൊലപാതക കേസിൽ വെളിപ്പെടുത്തലുമായി പ്രതികൾ. വിജിലിന്റെ മൃതദേഹം ചതുപ്പിൽ താഴ്ത്തി 8 മാസത്തിന് ശേഷം അസ്ഥി കടലിലൊഴുക്കിയെന്നാണ് മൊഴി. 6 വർഷം മുമ്പ് കാണാതായ വിജിൽ അമിതമായ അളവിൽ ലഹരി കുത്തിവെച്ചതിനെ തുടർന്ന് മരിച്ചെന്നും മൃതദേഹം ചതുപ്പിൽ താഴ്ത്തിയെന്നുമാണ് സുഹൃത്തുക്കളായ പ്രതികൾ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയത്. വിജിൽ ലഹരി ഉപയോഗിക്കുന്ന ആളല്ലെന്നും ആത്മാർത്ഥ സുഹൃത്തുക്കൾ ഇങ്ങനെ ചെയ്തെന്ന് വേദനിപ്പിക്കുന്നെന്നും പിതാവ് NP വിജയൻ 24-നോട് പറഞ്ഞു. ഒരാൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ വെള്ളമടിച്ചിട്ടുണ്ടെങ്കിലൊക്കെ ഇവിടെ വന്നാലും സ്മെല്ലോ അങ്ങനെയൊന്നുമില്ല. നമ്മൾ മോനായിട്ട് പറയാം കേട്ടോ, അങ്ങനത്തെ കണ്ടിട്ടില്ല. സംഗതി എന്തായാലും വെളിച്ചത്ത് കൊണ്ടുവരണം. എനിക്കിപ്പോൾ അതേ ഉള്ളൂ. എന്ത് ശിക്ഷ കൊടുക്കാൻ പറ്റുന്നത് അത് കൊടുക്കണം. പുറലോകം കാണരുതെന്നറിയാം. വേറെ ആരെങ്കിലും ആണെങ്കിൽ ഇപ്പം പ്രശ്നമില്ല. സ്നേഹിതന്മാരും ചെയ്യാൻ പോകണ്ടോ? എല്ലാവർക്കും ഒരു പാഠമാട്ടത്. ഗോകുൽ K വേണുഗോപാൽ കോഴിക്കോട് വാർത്തകൾ വിവരങ്ങളും ചേരുന്നു. ഗോകുൽ, 4 പേരും ഈ പ്രതികളുടെ വെർഷൻ 4 പേരും ഈ പറയുന്ന ലഹരി ഉപയോഗിക്കുന്നവരാണ്. അങ്ങനെ 4 പേരും ലഹരി ഉപയോഗിച്ചു. അതിനുശേഷം ഈ കുട്ടി അല്ലെങ്കിൽ ആരാണ് നമ്മുടെ വിജിൽ അമിതമായ അളവിൽ കുത്തിവെച്ചു, മരിച്ചപ്പോൾ തെളിവ് നശിപ്പിക്കാൻ വേണ്ടി ബോഡി ഈ പറയുന്ന ചതുപ്പിൽ താഴ്ത്തി. ആ വർഷം പോലീസ് അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ ഗോകുൽ? 2019 ഹാഷ്മി ഇത്തരത്തിലൊരു സംഭവം നടന്നത്. 4 പേര് പിന്നീട് ഒരാൾ വിജിൽ മരണപ്പെട്ടു. മരിച്ചതിന് ശേഷം തെളിവ് നശിപ്പിക്കാനായിട്ടുള്ള ചില ശ്രമങ്ങൾ ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. കഴിഞ്ഞ 6 വർഷക്കാലമായിട്ടും വിജിൽ നാട് വിട്ടതായിട്ടാണ് വിജിലിന്റെ കുടുംബാംഗങ്ങൾ വിശ്വസിച്ചിരുന്നത്. അല്ലെങ്കിൽ ഈ സുഹൃത്തുക്കളായിട്ടുള്ള മറ്റു 3 പേരും ഈ രീതിയിൽ കുടുംബത്തെ വിശ്വസിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. പിന്നീടാണ് സിറ്റി പോലീസ് കമ്മീഷണർ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് സിറ്റി പോലീസിന്റെ പരിധിയിൽ നടന്നിട്ടുള്ള മിസ്സിംഗ് കേസുകളെ കുറിച്ച് ശക്തമായ അന്വേഷണം നടത്താൻ ആവശ്യപ്പെട്ടത്. അങ്ങനെ അന്വേഷണത്തിനൊടുവിലാണ് ഈ 3 പേരെ, മറ്റു സുഹൃത്തുക്കളായിട്ടുള്ള 3 പേരെ ചോദ്യം ചെയ്യുമ്പോൾ അതിലൊരാൾ മൊഴി നൽകുകയായിരുന്നു. 4 പേർ ലഹരി ഉപയോഗിച്ചിരുന്നു, അതിൽ ഒരാൾ മരിച്ചതായി സംശയം തോന്നി. പിന്നീട് ഇയാളുടെ മൃതദേഹം അവിടെ തന്നെയുള്ള സരോവരത്തിനടുത്തുള്ള ചതുപ്പിൽ ചവിട്ടി താഴ്ത്തുകയായിരുന്നു. പിന്നീട് ഇവരുടെ ഈ വിജിലിന്റെ ബൈക്കും മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കല്ലായി റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നു എന്നായിരുന്നു മൊഴി നൽകിയിട്ടുണ്ടായത്. എന്തായാലും ഇതിൽ 2 പേരെ പോലീസ് പിടികൂടി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ആ 2 പേരെ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിൽ കിട്ടിയിട്ടുണ്ട്. അവരുമായി അല്പസമയത്തിനകം തന്നെ എലത്തൂർ പോലീസ് ഇങ്ങോട്ടേക്ക് എത്തുകയും തെളിവെടുപ്പ് നടത്തുകയും ചെയ്യുന്നുണ്ട്. രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു പ്രതിയെ കൂടി കിട്ടാനുണ്ട്. ബാക്കി 2 പേരെ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിൽ ലഭിച്ചിട്ടുണ്ട്. നാളെ ഉൾപ്പെടെ 3 ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ കിട്ടിയിട്ടുള്ളത്. ഇന്നിപ്പോൾ ഈ കല്ലായി റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഈ പ്രതികളുമായിട്ട് എത്തുക. അതായത് വിജിലിന്റെ ബൈക്കും അതോടൊപ്പം തന്നെ മൊബൈൽ ഫോണും അത് ഇവിടെ എത്തിച്ചുകൊണ്ട് വിജിൽ നാട് വിട്ടു എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം ഈ ഇവരുടെ പ്രതികളുടെ ഭാഗത്തുണ്ടായിരുന്നു. അന്വേഷണത്തെ വഴിതിരിച്ചുവിടാനുള്ള ഒരു ശ്രമമായിരുന്നു ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ രഞ്ജിത്ത് എന്ന് പറയുന്ന മറ്റൊരു പ്രതിയെ കിട്ടാനുമുണ്ട്. ഈ രീതിയിലുള്ള അന്വേഷണങ്ങളൊക്കെ പോലീസിന്റെ ഭാഗത്ത് ശക്തമായി നടക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് അല്പസമയത്തിനകം തന്നെ 2 പേരെ ഇങ്ങോട്ടേക്ക് എത്തിച്ച് തെളിവെടുപ്പ് നടത്തുക. എലത്തൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പ്രതികളുമായിട്ട് പോലീസിന്റെ സംഘം ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. ഹാഷ്മി, ഈ റെയിൽവേ സ്റ്റേഷനിൽ പ്രതികൾ ഉപേക്ഷിച്ചു എന്ന് പറയുന്ന ഒരു ബൈക്കിനെ പറ്റി പറയുന്നുണ്ട്. അല്ല, ബൈക്ക് കണ്ടെത്താൻ കഴിഞ്ഞോ ഗോകുൽ? ബൈക്ക് കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. ബൈക്കും മൊബൈൽ ഫോണും ഉൾപ്പെടെയുള്ളവ ഇവിടെ ഉപയോഗിച്ചതാണ്. കാരണം ഈ കുടുംബാംഗങ്ങളും, അതായത് വിജിലിന്റെ മാതാപിതാക്കളോടും മറ്റു സുഹൃത്തുക്കളോടും ഒക്കെ പറഞ്ഞത് ഇവൻ ട്രെയിനിൽ പോയി കയറി പോകുന്നത് ഞങ്ങൾ കണ്ടു എന്നാണ്. അവരുടെ ആ പറഞ്ഞ കാര്യങ്ങൾ സാധൂകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ റെയിൽവേ സ്റ്റേഷനിൽ ബൈക്കും മൊബൈൽ ഫോണും ഉപേക്ഷിച്ചത് എന്നാണ് ഇപ്പോൾ നൽകിയിട്ടുള്ള മൊഴി. വിശദമായ മൊഴിയെടുപ്പുകളൊക്കെ ഈ വരുന്ന ദിവസങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ബൈക്ക് ഉൾപ്പെടെയുള്ളവ കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. അതിനായിട്ടാണ് ഈ പ്രതികളുമായിട്ട് അല്പസമയത്തിനകം തന്നെ പ്രതികളുമായിട്ട് പോലീസൊക്കെ ഇങ്ങോട്ടേക്ക് വരിക. ഈ നരഹത്യാ സംഘം ചേർന്നുള്ള കുറ്റകൃത്യം, തെളിവ് നശിപ്പിക്കൽ, മൃതദേഹത്തോട് അനാദരവ് തുടങ്ങിയ വകുപ്പുകളൊക്കെ ഇവർക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. ഗോകുൽ, ഇത്തരത്തിൽ അമിതമായ ലഹരി ഉപയോഗത്തെ തുടർന്ന് മരിച്ചുപോയ ആളെ അപ്പോഴുള്ള പാനിക്കിൽ പെട്ടെന്ന് അവർ കൂടി പിടിക്കപ്പെടും, അല്ലെങ്കിൽ ലഹരി ഉപയോഗത്തിൽ ഇവർ കൂടി പിടിക്കപ്പെടുമെന്ന ഭീതിയിൽ ചതുപ്പിൽ താഴ്ത്തി എന്ന പോസിബിലിറ്റി മാത്രമാണ് പോലീസ് സംശയിക്കുന്നത്. അതിനപ്പുറം പോലീസ് സംശയിക്കുന്നുണ്ടോ ഗോകുൽ? അതായത് ഹാഷ്മി, രാവിലെ 11 മണിയോടെയാണ് വിജിൽ തൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. രാവിലെ ചായ കുടിച്ചതിന് ശേഷം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയായിരുന്നു. പിന്നീട് ഈ 4 പേരും കൂടി, വിജിലും മറ്റു 3 സുഹൃത്തുക്കളും കൂടി ഈ പറഞ്ഞ സരോവരത്തിനടുത്തുള്ള കണ്ടൽക്കാടുകൾക്കിടയിൽ ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ചിട്ട് ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു, ബ്രൗൺ ഷുഗർ ഉപയോഗിക്കുന്നു. മറ്റു 3 പേരും കുത്തിവെക്കുകയും ഇയാൾ ബ്രൗൺ ഷുഗർ നേരിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്തത് എന്നാണ് ഇപ്പോൾ നൽകിയിട്ടുള്ള മൊഴി. പക്ഷേ മറ്റു 3 പേർ സിറിഞ്ച് ഉപയോഗിച്ചതിനാൽ തന്നെ അവർക്ക് ചെറിയ ബോധമൊക്കെ ഉണ്ടായിരുന്നു. വിജിൽ ഇത് ഉപയോഗിച്ചതിന് ശേഷം തന്നെ ബോധരഹിതനായി. പിന്നീട് ഇവർ വിജിലിനെ ഉപേക്ഷിച്ചുകൊണ്ട് ടൗണിലേക്ക് മറ്റാവശ്യങ്ങൾക്കൊക്കെ പോയി തിരിച്ചു വരുന്ന സമയത്തായാലും വിജിൻ ബോധരഹിതനാണ്. ഇയാൾ ബോധം വന്നിട്ടില്ല. പിന്നീട് രാത്രി വന്ന് നോക്കിയ സമയത്തായാലും വിജിൻ്റെ ബോധം വന്നിട്ടില്ല. മരണം ഇവരെങ്ങനെ ഉറപ്പിച്ചു എന്നൊരു ചോദ്യം അവിടെ ബാക്കിയാവുന്നുണ്ട്. രാത്രിയായതിനു ശേഷവും വിജിൽ ബോധം തെളിയാതായതിനെ തുടർന്ന് മരിച്ചു എന്ന് ഇവർ സ്വമേധയെ ഉറപ്പിക്കുകയും പിന്നീട് വിജിലിൻ്റെ മൃതദേഹം അവിടെ തന്നെയുള്ള കണ്ടൽക്കാടിനെ ചതുപ്പിൽ ചവിട്ടി താഴ്ത്തുകയായിരുന്നു ഉണ്ടായിരുന്നു. മറ്റേതെങ്കിലും വിദഗ്ധർ പരിശോധിച്ചതിന് ശേഷം ഒന്നും ആയിരുന്നില്ല ഇത്തരത്തിൽ ചതുപ്പിനകത്തേക്ക് ചവിട്ടി താഴ്ത്തിയത് എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം മരണം ഉറപ്പിക്കാൻ ഇവരാരും ഈ മെഡിക്കൽ
മെഡിക്കൽ വിദഗ്ധരോ ഒന്നുമല്ല. ഇത്തരത്തിൽ കൂട്ടമായി ഇരുന്ന് ബ്രൗൺ ഷുഗർ ഉപയോഗിക്കുന്നു, അതിലൊരാളുടെ ബോധം പോകുന്നു. പിന്നീട് മണിക്കൂറുകളോളം ഇയാൾ ബോധരഹിതനായി ഇവരെ കാട്ടിൽ ഉപയോഗിച്ചതിന് ശേഷം ഇവർ പോകുന്നു. വൈകുന്നേരവും രാത്രിയിലുമൊക്കെ വന്ന് പരിശോധിക്കുന്നുണ്ട്, ഇയാൾക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന് പരിശോധിക്കുന്നു. രാത്രി ആയതിനു ശേഷവും ഇവൻ്റെ ബോധം വരാത്തതിനെ തുടർന്നാണ് സ്വാഭാവികമായിട്ടും ഇവർ പേടിച്ചിട്ടുണ്ടാവാം. കൂട്ടത്തിലൊരാൾ മരണപ്പെട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ മരിച്ചു എന്ന തീരുമാനത്തിലേക്ക്, ബോധ്യത്തിലേക്ക് ഇവരെത്തുകയാണ് ഉണ്ടായത്. മറ്റാരെങ്കിലും പരിശോധിച്ചെത്തിയതായിരുന്നില്ല. അങ്ങനെയാണ് ഇയാളുടെ മൃതദേഹം അല്ലെങ്കിൽ ഈ ബോധമില്ലാത്ത ആ ബോഡി ചതുപ്പിലേക്ക് ചവിട്ടി താഴ്ത്തിയതിനു ശേഷം ഈ പറഞ്ഞതുപോലെ തെളിവ് നശിപ്പിക്കാനോ അല്ലെങ്കിൽ അന്വേഷണം വഴി മാറ്റിവിടാനോ ബൈക്കും മൊബൈൽ ഫോണും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കല്ലായി റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കുന്നു. പിന്നീടും ഇവർ ഈ ബോഡി ഒഴിച്ചിട്ട സ്ഥലത്ത് നിരീക്ഷിക്കുന്നുണ്ട്. പിറ്റേ ദിവസം പോയ സമയത്ത് തലയുൾപ്പെടെയുള്ള ഭാഗങ്ങൾ പൊങ്ങുന്നുണ്ടായിരുന്നു. പിന്നീട് വലിയൊരു കല്ലുപയോഗിച്ചുകൊണ്ട്, കരിങ്കൽ ഉപയോഗിച്ചുകൊണ്ട് ചതുപ്പിനകത്തേക്ക് വീണ്ടും താഴ്ത്തുന്നു. അതായത് ഇവർ ഈ ബോഡിയുമായി ബന്ധപ്പെട്ട് ഇവർ കുഴിച്ചിട്ട ആ ശവശരീരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് 8 മാസത്തിന് ശേഷം ഇതിൽ നിന്നും, ശരീരത്തിൽ നിന്നും ഒരു പീസുകളൊക്കെ എടുത്ത് അല്ലെങ്കിൽ അസ്ഥി കഷ്ണങ്ങളൊക്കെ എടുത്ത് കടലിലൊഴുക്കി നിമഞ്ജനം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ 3 പേർ ചേർന്നിട്ടാണ് ഇത്തരത്തിലൊരു കൃത്യം ചെയ്തിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2 പേരാണ് പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ളത്, ഒരാളെ പിടികൂടാൻ ബാക്കിയുണ്ട്. ഇതിൽ ഒരാൾക്ക് വന്നിട്ടുള്ള ഒരു മാനസാന്തരം അല്ലെങ്കിൽ പോലീസ് വീണ്ടും ചോദ്യം ചെയ്യുന്നതിൽ അയാൾക്കുണ്ടായിട്ടുള്ള മാനസിക സമ്മർദ്ദം മൂലമാണ് ഇത്തരത്തിൽ ഈ തിരോധാനമല്ല അല്ലെങ്കിൽ ഒളിച്ചോടി പോയതല്ല എന്ന വീട്ടുകാരുടെ വിശ്വാസത്തെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് ഇവൻ ഇത്തരത്തിൽ ബ്രൗൺ ഷുഗർ ഉപയോഗിച്ചിരുന്നു. പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ വളരെ വിശദമായി പറഞ്ഞത് ഈ രീതിയിലാണ്. സിറ്റി പോലീസ് കമ്മീഷണറായിരുന്നു ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയത്. സിറ്റി പോലീസിൻ്റെ പരിധിയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് മിസ്സിംഗ് കേസുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവ കാര്യക്ഷമമായി അന്വേഷിക്കണമെന്നൊരു നിർദ്ദേശം നൽകിയ സിറ്റി പോലീസ് കമ്മീഷണറായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 3 പേരെ നേരത്തെ നിരവധി തവണ ചോദ്യം ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ അവൻ ട്രെയിനിൽ കയറി പോകുന്നത് കണ്ടു എന്ന് മാത്രമാണ് പോലീസിനോട് ഈ കൂട്ടുകാർ നൽകിയിട്ടുള്ള മൊഴി. പക്ഷേ അതിലൊരാൾക്ക് വന്നിട്ടുള്ള, ഒരാളുടെ മൊഴിയിൽ വന്നിട്ടുള്ള അല്ലെങ്കിൽ അയാൾ ചോദ്യം ചെയ്യുമ്പോൾ പോലീസിന് തോന്നിയിട്ടുള്ള ചില സംശയങ്ങളാണ് വീണ്ടും ഇവരെ പോലീസിനെ ചോദ്യം ചെയ്യാൻ പ്രേരിപ്പിക്കുകയും അതൊരു ഇത്തരത്തിലൊരു സംഭവത്തിലേക്ക് നരഹത്യാ കുറ്റത്തിലേക്ക് എത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളൂ. കൊലപാതകമാണോ മറ്റെന്തെങ്കിലുമൊക്കെ സംഭവം ഇതിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ഇനിയും കണ്ടെത്തേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം 3 ദിവസത്തെ കസ്റ്റഡിയിൽ എന്തായാലും കിട്ടിയിട്ടുണ്ട്. അല്പസമയമാണ്, ഉച്ചയോട് കൂടിയിട്ടാണ് കസ്റ്റഡിയിൽ കിട്ടിയത്. വരുന്ന 2 ദിവസം വിശദമായ മൊഴിയെടുപ്പ് ഉൾപ്പെടെ ഉണ്ടാവും. അതിന് മുന്നോടിയായിട്ടാണ് ബൈക്കും മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് കല്ലായി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ച് ഇവിടെ തെളിവെടുപ്പ് നടത്തുന്നത്. ഈ വിജിലിൻ്റെ മൃതദേഹം അല്ലെങ്കിൽ ബോഡി ചവിട്ടി താഴ്ത്തിയ സ്ഥലത്തേക്ക് സരോവരം പാർക്കിന് സമീപത്തെ കണ്ടൽക്കാടിലെ ചതുപ്പിലേക്ക് നാളെയായിരിക്കും കൊണ്ടുപോകുക. അവിടെ ഈ ബോഡിയുടെ ഭാഗങ്ങളൊക്കെ കണ്ട് എത്താനുള്ള ശ്രമങ്ങളൊക്കെ നാളെ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ചോദ്യം ചെയ്യൽ മറ്റെന്തെങ്കിലുമൊക്കെ ഉണ്ടോ, ഈ കൊലപാതകമാണോ, ഇവർ തമ്മിൽ മറ്റെന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട തുടർ അന്വേഷണത്തിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഹാഷ്മി, ഓക്കെ, അതിപ്പോഴും എന്തോ ചില കാര്യങ്ങൾ ചേരുമ്പടി ചേരാതെ കിടക്കുന്നുണ്ടോ എന്നൊരു സംശയം. ഈ പറയുന്ന രീതിയിൽ 4 പേർ ചേർന്ന് ലഹരി ഉപയോഗിക്കുക, ഒരാൾക്ക് ബോധം പോവുക, വൈകുന്നേരമായപ്പോഴും ബോധം വരാത്ത കാണുമ്പോഴേക്കും ആശുപത്രിയിൽ കൊണ്ടുപോകാനൊക്കെ നമ്മൾ സുഹൃത്തുക്കൾ എന്നുള്ള നോക്കുകയുള്ളൂ. അല്ലാതെ അയാൾ മരിച്ചു എന്ന സംശയത്തിലേക്ക് എത്തിച്ചതിപ്പിൽ ചവിട്ടി താഴ്ത്തുമോ, ഇനി അറിഞ്ഞുകൂടാ.